മംഗളവാർത്തക്കാലവും 25 നോമ്പും ഒന്നാണോ? മംഗളവാർത്തക്കാലം എപ്പോഴാണ്, എങ്ങനെയാണ് ആരംഭിക്കുന്നത്? 25 നോമ്പ് ആരംഭിക്കുന്നത് ഡിസംബർ മാസം 1-ാം തീയതിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മംഗളവാർത്തക്കാലം ആരംഭിക്കുന്നത് ഡിസംബർ 1-നാണോ? മംഗളവാർത്തക്കാലം ആരംഭിക്കുന്നത് മുതൽ നമ്മൾ നോമ്പെടുക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴാണ് മംഗളവാർത്തക്കാലം ആരംഭിക്കുന്നത്? മംഗളവാർത്തക്കാലത്തിൻ്റെ ആരംഭം ക്രിസ്തുമസിൻ്റെ തിരുനാളിന് മുൻപ് 4 ഞായറാഴ്ചകൾ വരുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. ഡിസംബർ മാസം 25-ാം തീയതിക്ക് മുമ്പായി 4 ഞായറാഴ്ചകൾ വരുന്ന രീതിയിലാണ് മംഗളവാർത്തക്കാലത്തിൻ്റെ ആരംഭം ക്രമീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും നവംബർ മാസം 27-ാം തീയതിക്കും ഡിസംബർ മാസം 3-ാം തീയതിക്കും ഇടയിലുള്ള ഞായറാഴ്ചയായിരിക്കും മംഗളവാർത്തക്കാലം ആദ്യ ഞായറാഴ്ച. ഡിസംബർ മാസം 1-ാം തീയതിയാണ് നമ്മുടെ 25 നോമ്പ് ആരംഭിക്കുന്നത്. അത് എല്ലാ വർഷവും ഒരേപോലെ തന്നെയാണ്, ഒരു വർഷവും അതിന് മാറ്റമില്ല. എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 25 വരെയാണ് നമ്മൾ 25 നോമ്പ് ആരംഭിക്കുന്നത്. എന്നാൽ മംഗളവാർത്തക്കാലം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഡിസംബർ 1-നടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഞായറാഴ്ചയായിരിക്കും മംഗളവാർത്തക്കാലം 1-ാം ഞായർ. മംഗളവാർത്തക്കാലം വളരെയേറെ പ്രത്യേകതകളുള്ള കാലഘട്ടമാണ്. നമ്മുടെ ആരാധന വത്സരത്തിലെ ഏറ്റവും ചെറിയ കാലങ്ങളിലൊന്നാണ് മംഗളവാർത്തക്കാലം. മംഗളവാർത്തക്കാലവും പള്ളിക്കൂദാശക്കാലവും 4 ഞായറാഴ്ചകൾ മാത്രമുള്ള ചെറിയ കാലങ്ങളാണ്. മറ്റെല്ലാ കാലങ്ങളും തന്നെ 7 ആഴ്ചകളെങ്കിലുമുള്ള കാലങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം മംഗളവാർത്തക്കാലത്തിൻ്റെ അല്ലെങ്കിൽ സൂവാരക്കാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത നമ്മുടെ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ ദൈവമാതാവിനെ ഓർക്കുവാനുള്ള ഏറ്റവും നല്ല മാസം ഈ ഒരു സമയമാണ് എന്നുള്ളതാണ്. ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുന്നതിനേക്കാൾ നമ്മുടെ ആരാധനാ വത്സര പാരമ്പര്യമനുസരിച്ച് കുറെ കൂടെ അനുഗുണമായുള്ളത് ഡിസംബർ മാസത്തിൽ മംഗളവാർത്തക്കാലത്തിൽ മാതാവിനെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മംഗളവാർത്തക്കാലത്തിലെ 4 ഞായറാഴ്ചകളിലെ വായനകൾ വളരെ പ്രത്യേകതകളുള്ളതാണ്. ഈശോയുടെയും സ്നാപക യോഹന്നാൻ്റെയും ജനനത്തെ പറ്റിയുള്ള അറിയിപ്പുകളും ഈശോയുടെയും സ്നാപക യോഹന്നാൻ്റെയും ജനനത്തെ പറ്റിയുള്ള വായനകളുമാണ് ഈ 4 ഞായറാഴ്ചകളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈ 4 ഞായറാഴ്ചകളിലെയും 4 വായനകളിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ മറ്റ് കാലങ്ങളിലെ 4 വായനകളേക്കാൾ കുറെ കൂടെ പരസ്പര ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഈ 4 വായനകളുടെയും പാരസ്പര്യം പ്രസ്പഷ്ടമാക്കുന്നത് കുറെ കൂടെ കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ കാലം നമ്മുടെ ആരാധനാ വത്സരത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ കുറെ കൂടെ പരിശുദ്ധ അമ്മയെയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെയും ഓർക്കുവാനും കുറെ കൂടെ ആഴത്തിൽ പ്രാർത്ഥിക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം. മംഗളവാർത്തക്കാലം തീർച്ചയായും ഈശോയുടെ അടുക്കലേക്ക് നമ്മളെ എത്തിക്കേണ്ട കാലമാണ്. ഈ കാലഘട്ടങ്ങളിലൂടെ 25 നോമ്പെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയെങ്കിൽ മാത്രമേ 25-ാം തീയതി ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, ഉപവാസത്തിലൂടെ, നോമ്പിലൂടെ ഈശോയുടെ അടുക്കിലേക്ക് കൂടുതൽ എത്തിച്ചേരുവാനായി പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.